മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ നമ്മളിതുവരെ സിംഗിൾ ക്വാണ്ടിറ്റീസിനെയാണ് മെഷർ ചെയ്തിട്ടുള്ളത്. നമ്മളിനി രണ്ട് ക്വാണ്ടിറ്റീസ് സൈമിൾട്ടേനിയസ് ആയിട്ട് മെഷർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് അത് പെയറായിട്ട് മെഷർ ചെയ്യുക, x1y1 x2y2 അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഇൻവോൾവ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് എക്സ്പെരിമെൻറ്റ്സിലാണ്. ഒന്ന് റിഗ്രഷൻ അനാലിസിസും ഒന്ന് കോറിലേഷൻ അനാലിസിസും. ഇതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റിഗ്രഷൻ അനാലിസിസാണ്. അതായത് ഏതെങ്കിലും ഒരു വേരിയബിൾ, രണ്ട് വേരിയബിളിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ, അത് നമുക്കിപ്പോൾ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഓർഡിനറി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു വേരിയബിൾ ആയിരിക്കും അത്. നമുക്കതിനെ ഏത് രീതിയിൽ വേണ്ടിയിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാം. അതിനെ നമുക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ എറർ ഇല്ലാണ്ട് മെഷർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈ എക്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലെങ്കിൽ കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറയും. അതേസമയം അതിന് വേറൊരു വേരിയബിളായിട്ടുള്ള വൈനെ നമ്മൾ റാൻഡം വേരിയബിൾ എന്നാണ് പറയാം. നമുക്കിതിനൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് എക്സിനനുസരിച്ചിട്ടാണ് ഇത് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വൈൻ്റെ ഡിപ്പെൻഡൻസ് എക്സിൽ എങ്ങനെയുള്ളതാണ് അങ്ങനെയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാൻ പോകുന്നത്. അതായത് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു പേഴ്സൻ്റെ ബ്ലഡ് പ്രഷർ ഓഫ് വൈ ഡിപ്പെൻഡിങ് ഓൺ ഏജ് എക്സ്, അതൊരു എക്സാമ്പിളാണ്. വെയ്റ്റ് ഗെയിൻ ഓഫ് വൈ ഓഫ് ആനിമൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഡെയിലി റൊട്ടേഷൻ ഓഫ് ഫുഡ് എക്സ്, ഇത് വേറൊരു എക്സാമ്പിളാണ് ഇതിന്. ടൈപ്പ് 2 എന്ന് പറയുന്നത് കൊറിലേഷൻ അനാലിസിസ് ആണ്. ഇതിൽ രണ്ട് ക്വാണ്ടിറ്റീസും റാൻഡം വേരിയബിൾ ആയിരിക്കും. അതായത് അത് തമ്മിൽ വലിയ റിലേഷൻസ് ഒന്നും ഉണ്ടാവില്ല, നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് കൊറിലേഷൻ അനാലിസിസ് പറയുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ വിയർ ഓൺ ഫ്രണ്ട് ടയേഴ്സ് എക്സ് ആൻഡ് ബാക്ക് ടയേഴ്സ് വൈ ഓൺ ദ സെയിം കാർ. അതുപോലെ തന്നെ ഗ്രേഡ്സ് ഇൻ മാത്തമാറ്റിക്സ് എക്സ് ആൻഡ് ഗ്രേഡ്സ് ഇൻ ഫിസിക്സ് വൈ ഓഫ് ദ സെയിം സ്റ്റുഡൻറ്റ്. ഇതൊക്കെയാണ് കൊറിലേഷൻ അനാലിസിസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റിഗ്രഷൻ അനാലിസിസിലേക്ക് പോവാണ്. റിഗ്രഷൻ അനാലിസിസിൻ്റെ കീ ഇൻസൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ഓഫ് വൈ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വൈ ഉണ്ടാവും. അത് റാൻഡം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും ഓരോ ടൈമിലും കിട്ടുക. പക്ഷേങ്കിൽ മീൻ ഓഫ് വൈ ഇത് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് വൈ എന്ന് പറയുന്നത് ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേൺ ഫോളോ ചെയ്യും എക്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അതായത് നമുക്ക് മീനിന് മ്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. മ്യൂ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആണ്. ഒരു ഓർഡിനറി മാത്തമാറ്റിക്കൽ സെൻസിലാണ് നമ്മളിങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ മ്യൂ ഓഫ് എക്സിന് റിഗ്രഷൻ കർവ് ഓഫ് വൈ ഓൺ എക്സ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ സിംപ്ലസ്റ്റ് കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് സിംപ്ലസ്റ്റ് കേസ് എന്ന് പറഞ്ഞൊരു ലൈന് പറയുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റിഗ്രഷൻ ലൈൻ മ്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു k0 പ്ലസ് k1 എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇതിൽ k0 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻ്റർസെപ്റ്റ്, അതായത് വാല്യൂ ഓഫ് മ്യൂ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ. k1 എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്ലോപ്പ്. ഇതെന്ന് പറയുന്നത് നമ്മളോട് എത്രത്തോളം ഇതിൻ്റെ മീൻ ഓഫ് വൈ ചേഞ്ചസ് ഓഫ് എവറി യൂണിറ്റ് ഇൻക്രീസ് ഇൻ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വൈയിലെ ചേഞ്ച് ആണ് ഈ ഇതിൽ പറയുന്നത്. നമുക്ക് കിട്ടിയ പോപ്പുലേഷൻ സാമ്പിളിൽ നിന്ന് ഗിവൺ സാമ്പിൾ ഓഫ് n പെയേഴ്സ് എന്ന് നമുക്കൊരു സാമ്പിൾ റിഗ്രഷൻ ലൈന് കൺസ്ട്രക്ട് ചെയ്യാം. അതായത് y is equal to k0 പ്ലസ് k1 എക്സ്. ഇതിൽ നമ്മുടെ എസ്റ്റിമേറ്റഡ് ലൈനാണ്. അപ്പോൾ k0ഉം k1ഉം എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സാണ്, k0ഉം k1ഉം. ഇനി നമ്മൾ ഇതിന് ബെസ്റ്റ് പോസിബിൾ വാല്യൂസ് ഓഫ് k0ഉം k1ഉം കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലീസ്റ്റ് സ്ക്വയർ പ്രിൻസിപ്പിൾ. ലീസ്റ്റ് സ്ക്വയർ പ്രിൻസിപ്പിൾ പറയുന്നത് ദ സ്ട്രെയിറ്റ് ലൈൻ ഷുഡ് ബി ഫിറ്റഡ് ത്രൂ ദ ഗിവൺ പോയിൻറ്റ്സ് സോ ദാറ്റ് ഇൻ ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദോസ് പോയിൻറ്റ്സ് ഫ്രം ദ സ്ട്രെയിറ്റ് ലൈൻ ഈസ് മിനിമം വേർ ദ ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ, അതായത് വൈ ഡയറക്ഷൻ. ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഗോസും ലെജൻഡറും കൂടിയിട്ടാണ്. ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഡാറ്റ പോയിൻറ്റ്സ്, അതായത് XJ YJ എന്നുള്ള ഒരു ഡാറ്റ പോയിൻറ്റ്സിൽ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ എന്ന് പറയുന്നത് y is equal to k0 പ്ലസ് k1 എക്സ്. ഇത് പറയുന്നത് അത് സിമ്പിളായിട്ട് പറയാമെങ്കിൽ അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവ്ഡ് y വാല്യൂസ് ആൻഡ് ദ വാല്യൂ പ്രെഡിക്റ്റഡ് ബൈ ദ ലൈൻ അറ്റ് ദ സെയിം എക്സ് ആണ്. അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് YJ മൈനസ് k0 പ്ലസ് k1 എക്സ് ആണ്. ഇനി നമ്മളിതിനെ സ്ക്വയർ ചെയ്യുന്നതാണെങ്കിൽ സം ഓവർ വിത്ത് സ്ക്വയർ ആണെങ്കിൽ Q ഈസ് ഈക്വൽ ടു സം ഓവർ J YJ മൈനസ് k0 മൈനസ് k1 XJ ഹോൾ സ്ക്വയർ. നമ്മൾ
ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ചൂസ് K0 ആൻഡ് K1 ആണ്. Q എന്ന് പറയുന്നത് ഒരു സ്മോൾ ആസ് പോസിബിൾ, ഏറ്റവും ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലൈൻ എന്ന് പറയുന്നത് ഫിറ്റ് ചെയ്യുന്നത് ഏറ്റവും ക്ലോസ് ആയിട്ടായിരിക്കും. അത് എല്ലാ ഡാറ്റ പോയിൻറ്റ്സിനും സൈമിൾട്ടേനിയസ് ആയിട്ട് ക്ലോസ് ആയിട്ടായിരിക്കും Q ഫിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ജനറൽ അസംഷൻ എടുക്കുകയാണ്. അതായത് ദ എക്സ് വാല്യൂസ് x1, x2, x3 അപ് ടു xn ഈസ് നമ്മൾ സാമ്പിളിലുള്ള ഈ എല്ലാ എക്സിൻ്റെ വാല്യൂ ഒരിക്കലും ആർ നോട്ട് ഈക്വൽ ആയിരിക്കും. നമുക്കിപ്പോൾ ഇവിടെ Q കിട്ടി. ഇനി ഇതിനെ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് വെച്ചിട്ട് Q മിനിമം ആകാൻ വേണ്ടിയിട്ട് ബൈ കാൽക്കുലസ് നമുക്കിതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു K0 K1 എന്തായിരിക്കണം? ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ നമ്മൾ എഴുതുവാണ് ഡോ K0 ഓഫ് Q ഈസ് ഈക്വൽ ടു 0, ഡോ Q ബൈ ഡോ K1 ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ സാമ്പിൾ റിഗ്രഷൻ ലൈൻ എന്നുള്ള ഫോർമുലയിൽ y മൈനസ് y ബാർ ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു x മൈനസ് x ബാർ എന്ന് നമുക്ക് എഴുതാം. അതായത് x ബാറും y ബാറും എന്ന് പറയുന്നത് എക്സിൻ്റെയും y വാല്യൂൻ്റെയും മീനാണ്. അതായത് x ബാർ എന്ന് പറയുന്നത് 1/n x1 പ്ലസ് x2 പ്ലസ് x3 അപ് ടു xn. അതുപോലെ തന്നെ y ബാർ എന്ന് പറയുന്നത് 1/n ഇൻറ്റു y1 പ്ലസ് y2 പ്ലസ് y3 പ്ലസ് എക്സെട്ര അപ് ടു yn ആണ്. ഇതിൽ നമ്മൾ K1 റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ് പറയുന്നത്. K1 നമുക്ക് SXY ഡിവൈഡഡ് ബൈ SX² എന്ന് എഴുതാം. ഇതിൽ SXY എന്ന് പറയുന്നത് സാമ്പിൾ കോവേരിയൻസ് എന്ന് പറയാം. SXYനെ 1/n-1 ഇൻറ്റു സം ഓവർ j ഈക്വൽ ടു 1 to n ഇൻറ്റു xj മൈനസ് എക്സ് ബാർ ഇൻറ്റു yj മൈനസ് y ബാർ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ ഒന്നും കൂടി മാറ്റി എഴുതുകയാണെങ്കിൽ 1/n-1 ഇൻറ്റു സം ഓവർ j ഈക്വൽ ടു 1 to n xj yj മൈനസ് 1/n സം ഓവർ i ഈക്വൽ ടു 1 to n xi ഇൻറ്റു സം ഓവർ j ഈക്വൽ ടു 1 to n yj എന്ന് നമുക്ക് എഴുതാം. സിമിലർലി SX² നമുക്ക് 1/n-1 ഇൻറ്റു സം ഓവർ j ഈക്വൽ ടു 1 to n xj² മൈനസ് 1/n സം ഓവർ j ഈക്വൽ ടു 1 to n xj ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാം. ഇതേപോലെ തന്നെ നമുക്ക് SY² 1/n-1 സം ഓവർ j ഈക്വൽ ടു 1 to n yj² മൈനസ് 1/n സം ഓവർ j ഈക്വൽ ടു 1 to n ഇൻറ്റു yj ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതായത് ഡോ Q ബൈ ഡോ K0 എന്നത് -2 സം ഓവർ j മൈനസ് K0 മൈനസ് K1 xj ഈസ് ഈക്വൽ ടു 0. അതുപോലെ തന്നെ ഡോ Q ബൈ ഡോ K1 എന്ന് പറയുന്നത് -2 സം ഓവർ xj ഇൻറ്റു yj മൈനസ് K0 മൈനസ് K1 xj ഈക്വൽ ടു 0. ഇനി ഇതിന് നമ്മൾ ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് നോർമൽ ഇക്വേഷൻസ് കിട്ടും. അതായത് K0n പ്ലസ് K1 സം ഓവർ xj ഈസ് ഈക്വൽ ടു സം ഓവർ yj, K0 ഇൻറ്റു സം ഓവർ xj പ്ലസ് K1 ഇൻറ്റു സം ഓവർ xj² ഈസ് ഈക്വൽ ടു സം ഓവർ xj yj. ഇതിന് നമ്മൾ നോർമൽ ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. ഈ ലീനിയർ സിസ്റ്റം ഓഫ് 2 ഇക്വേഷനിൽ 2 അൺനോൺസ് ഉണ്ട്. അതായത് K0 K1. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് n സം ഓവർ xj സം ഓവർ xj സം ഓവർ xj². അതായത് n ഇൻറ്റു സം ഓവർ xj² മൈനസ് സം ഓവർ xj ഹോൾ സ്ക്വയർ ഈക്വൽ ടു n ഇൻറ്റു n-1 SX². അതെന്ന് പറയുന്നത് n ഇൻറ്റു സം ഓവർ xj മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ നിന്ന് K1 കണ്ടുപിടിക്കുകയാണെങ്കിൽ K1 ഈസ് ഈക്വൽ ടു n ഇൻറ്റു സം ഓവർ xj yj മൈനസ് സം ഓവർ xi സം ഓവർ yj ഡിവൈഡഡ് ബൈ n ഇൻറ്റു n-1 SX² നമുക്ക് എഴുതാം. ഈ പ്രോബ്ലത്തിൽ ഡിഗ്രീസ് ഓഫ് വോളിയം y, പെർസെൻറ്റേജ് ഓഫ് ലെതർ ഫോർ certain fixed values of high pressure x was measured. The results are shown in the first 2 columns of table. Find the regression line of y on x. അപ്പോൾ നമുക്കിവിടെ n എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ തന്നെ എക്സ് ബാർ നമുക്ക് 28,000 ഡിവൈഡഡ് ബൈ 4 അതായത് 7,000. വൈ ബാർ എന്ന് പറയുന്നത് 4.75. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ടാബുലാർ കോളത്തിൽ നിന്നാണ് നമ്മളിത് കണ്ടുപിടിച്ചത്.
എക്സ് ജെ വാല്യൂസ് തന്നിട്ടുണ്ട്, വൈ ജെ വാല്യൂസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സ് ജെ സ്ക്വയറും എക്സ് ജെ വൈ ജെയും തന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ എസ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുന്നതാണ്. എസ് എക്സ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുമ്പോൾ, അതായത് എക്സ് എക്സ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ 1/n-1 സം ഓവർ എക്സ് ജെ മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ ജെ മൈനസ് വൈ ബാർ. എസ് എക്സ് വൈൻ്റെ ഇക്വേഷനാണത്. അതുപോലെ തന്നെ എസ് എക്സ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/n-1 സം ഓവർ ജെ എക്സ് ജെ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടും. ഇതിൽ നമുക്ക് K1 കണ്ടുപിടിക്കാൻ പറ്റും. K1 കണ്ടുപിടിച്ചാൽ K0 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നിന്ന് വൈയും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്കൊരു ഇക്വേഷൻ കിട്ടും, വൈയും എക്സും ഉള്ളൊരു ഇക്വേഷൻ കിട്ടും. നമുക്കിവിടെ K1 എന്ന് പറയുന്നത് 0.00077 കിട്ടി. ഇത് നമ്മൾ വേർഡ് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു അറ്റ്മോസ്ഫിയർ ഇൻക്രീസ് ഇൻ പ്രഷർ ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം ഓഫ് ലെതർ decreases by approximately 0.00077% on average. ഇനി നമ്മൾ കോൺഫിഡൻസ് ഇൻ്റർവെൽ ഇൻ റിഗ്രഷൻ അതാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ 2 അസംപ്ഷൻസ് ഉണ്ട്. അതായത് അസംപ്ഷൻ 2, നമ്മൾ നേരത്തെ അസംപ്ഷൻ 1 കണ്ടു. അതുപോലെ തന്നെ ഇത് അസംപ്ഷൻ 2 എന്ന് പറയുന്നത്, ഫോർ ഈച്ച് എക്സ് ദ റാൻഡം വേരിയബിൾ y is normal with a mean that is mu of x is equal to k0 plus k1x and variance sigma square independent of x. രണ്ടാമത്തെ അസംപ്ഷൻ എന്ന് പറയുന്നത് അസംപ്ഷൻ 3. The end performance of the experiment by which we obtain a sample x1 y1 x2 y2 up to xn yn are independent. ഇവിടെ k1 എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ് ഓഫ് ദ പോപ്പുലേഷൻ. ചൂസ് ഒരു കോൺഫിഡൻസ് ലെവൽ ഗാമ 95%, 99% അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക. നമ്മളിതിൻ്റെ സൊല്യൂഷൻ എഫ് ഓഫ് സി ഈസ് ഈക്വൽ ടു 1/2 1 പ്ലസ് ഗാമ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി നമ്മൾ ഈ സാമ്പിൾ യൂസ് ചെയ്തിട്ട് n-1 എസ് വൈ സ്ക്വയർ കണ്ടുപിടിക്കും. Q0 കിട്ടും നമുക്ക്, അതുപോലെ തന്നെ K കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലം, അതായത് നേരത്തെ കണ്ട ടേബിളിൽ ഉണ്ടായിരുന്ന പ്രോബ്ലം ഈ അസംപ്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്റ്റെപ്പ് 1 ഗാമ എന്ന് പറയുന്നത് 0.95 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സി എന്ന് പറയുന്നത് 0.975 കിട്ടും. ഇനി n-2 എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഇനി നമുക്ക് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് 3sx സ്ക്വയർ എന്ന് പറയുന്നത് ഒരു വാല്യൂ കിട്ടും, K1 കിട്ടും. എന്നിട്ട് നമുക്ക് Q0 കിട്ടും, K കിട്ടും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇത് കോൺഫിഡൻസ് ഓഫ് 0.95 മറ്റുള്ളൊരു സാധനം കിട്ടും. ഇത്രയാണ് നമ്മുടെ റിഗ്രഷൻ അനാലിസിസിൽ കാണുന്നത്. ഈ അടുത്ത സെക്കൻഡ് മേജർ ടോപ്പിക്കായിട്ടുള്ള ഈ സെക്ഷനിൽ കൊറിലേഷൻ അനാലിസിസ്. അപ്പോൾ കൊറിലേഷൻ എന്ന് പറയുന്നത്, റിഗ്രഷനിൽ നമ്മൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഫിക്സഡ് ആയിരുന്നു, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. വൈ മാത്രമായിരുന്നു റാൻഡം വേരിയബിൾ. പക്ഷേ കൊറിലേഷൻ അനാലിസിസിൽ എക്സും വൈയും റാൻഡം വേരിയബിൾസ് ആണ്. ഇനി നമുക്ക് ഇതിനെ ലീനിയർലി റിലേറ്റഡ് ആയിട്ട് മെഷർ ചെയ്യാം. അത് ഒരു സാമ്പിൾ കൊറിലേഷൻ കോഎഫിഷ്യന്റ് ആർ എന്ന് പറയുന്നത് SXY divided by XX XY. The interrelation between x and y in our sample is measured by the sample correlation coefficient R. അതാണ് നമ്മളിപ്പോൾ ഈ R is equal to SXY by SXXY എന്നുള്ള ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇനി സാമ്പിൾ കൊറിലേഷൻ കോഎഫിഷ്യന്റ് R satisfies -1 lesser than or equal to R lesser than or equal to 1, in particularly R plus or minus 1, if and only if the sample values lie on a straight line. ഇനി തിയററ്റിക്കൽ കൗണ്ടർ പാർട്ട് ഓഫ് R എന്ന് പറയുന്നത് കൊറിലേഷൻ കോഎഫിഷ്യന്റ് റോ ഓഫ് എക്സ് ആൻഡ് വൈ. അതിൽ റോ എന്ന് പറയുന്നത് സിഗ്മ എക്സ് വൈ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് സിഗ്മ വൈ. ഇതിൽ സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അടുത്തൊരു തിയറം പറയുന്നത് കൊറിലേഷൻ കോഎഫിഷ്യന്റ്, അതായത് കൊറിലേഷൻ കോഎഫിഷ്യന്റ് റോ സാറ്റിസ്ഫൈസ് -1 lesser than or equal to rho lesser than or equal to 1, in particularly rho is equal to plus or minus 1 if and only if x and y are linearly related. അതായത് y is equal to gamma x plus delta, x is equal to gamma star y plus delta star. എക്സും വൈയും പറയുന്നത് കൊറിലേറ്റഡ്
കൊറിലേറ്റഡ് ആണ് എപ്പോൾ റോ എന്ന് പറയുന്ന വാല്യൂ 0 ആകുമ്പോൾ. അടുത്ത തിയറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇൻഡിപെൻഡൻറ്റ് എക്സ് ആൻഡ് വൈ ആർ അൺകൊറിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇഫ് എക്സും വൈയും നോർമൽ ആണെങ്കിൽ അൺകൊറിലേറ്റഡ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. നമുക്കിവിടെ 2 dimensional നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ബൈ 2 ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് നോർമൽ റാൻഡം വേരിയബിൾസ് എക്സ് സ്റ്റാർ ആൻഡ് വൈ സ്റ്റാർ. ഇനി ഇതിൻ്റെ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡെൻസിറ്റി, അതിന് എഫ് സ്റ്റാർ എക്സ് സ്റ്റാർ വൈ സ്റ്റാർ ഈസ് ഈക്വൽ ടു 1/2 പൈ ഇ റേസ് ടു മൈനസ് എക്സ് സ്റ്റാർ സ്ക്വയർ പ്ലസ് വൈ സ്റ്റാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. എക്സ് എന്ന് പറയുന്നത് മ്യൂ ഓഫ് എക്സ് പ്ലസ് സിഗ്മ എക്സ് എക്സ് സ്റ്റാർ എന്നും വൈ എന്ന് പറയുന്നത് മ്യൂ വൈ പ്ലസ് റോ സിഗ്മ വൈ ഇൻറ്റു എക്സ് സ്റ്റാർ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് റോ സ്ക്വയർ സിഗ്മ വൈ വൈ സ്റ്റാർ. ഇതെന്ന് പറയുന്നത് ജനറൽ 2 dimensional നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദ ഡെൻസിറ്റി ആണ്. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 1/2 പൈ സിഗ്മ എക്സ് സിഗ്മ വൈ റൂട്ട് ഓഫ് 1 റോ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എച്ച് എക്സ് വൈ ഡിവൈഡഡ് ബൈ 2. നേരത്തെ നമ്മൾ 2 തിയറം പറഞ്ഞിരുന്നു. ഒന്ന് കൊറിലേഷൻ കോഎഫിഷ്യൻറ്റ് തിയറം, അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഇൻഡിപെൻഡൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നോർമാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ കാണാൻ പറ്റും. അൺകൊറിലേറ്റഡ് ബട്ട് ഡിപ്പെൻഡൻറ്റ് റാൻഡം വേരിയബിൾ. അതായത് നമ്മൾ എക്സിനെ അസ്യൂം ചെയ്യാണ് -1 0 1 ഒരു വിത്ത് പ്രോബബിലിറ്റി 1/3. അതുപോലെ തന്നെ വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് ഇ എക്സ് വൈ, അതായത് ഈക്വൽ ടു ഇ ഇൻറ്റു വൈ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഇ ഓഫ് എക്സ് ക്യൂബ് എന്ന് എഴുതാം. ഇതിന് നമ്മൾ -1 ഹോൾ ക്യൂബ് ഇൻറ്റു 1/3 പ്ലസ് 0 ക്യൂബ് ഇൻറ്റു 1/3 പ്ലസ് 1 ക്യൂബ് ഇൻറ്റു 1/3, അതായത് 0 എന്ന് കിട്ടും. അപ്പോൾ റോ എന്ന് പറയുന്നത് 0 ആൻഡ് എക്സും വൈയും അൺകൊറിലേറ്റഡ് ആണ്. പക്ഷെങ്കിൽ അതിനൊരു ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. അത് ഈവൻ ഫങ്ഷണലി റിലേറ്റഡ് ആണ്. അടുത്തത് ടെസ്റ്റ് ഫോർ ദ കൊറിലേഷൻ കോഎഫിഷ്യൻറ്റ് റോ. ഈ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് റോ ഇസ് ഈക്വൽ ടു 0 എഗെയിൻസ്റ്റ് ദ ആൾട്ടർനേറ്റീവ് റോ ഗ്രേറ്റർ ദാൻ 0 ഇൻ ദ കേസ് ഓഫ് ദ 2 dimensional നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ 4 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻസ് ലെവൽ ആൽഫ, അതായത് 5%, നേരത്തെ കണ്ട പോലെ തന്നെ 5%, 1% അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സിക്ക് ഒരു സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ഡിറ്റർമൈൻ ചെയ്യാം. പി ഓഫ് ടി ലെസ് ദാൻ ഈക്വൽ ടു സി ഈസ് ഈക്വൽ ടു 1 മൈനസ് ആൽഫ. ഇതിൽ ടി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n-2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇനി ആറിന് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുക യൂസിങ് സാമ്പിൾ x1 y1 x2 y2 അപ് ടു xn yn. ഇനി ടിന്നുള്ള ഇക്വേഷനിൽ കമ്പ്യൂട്ട് ചെയ്യുക. അത് ടി ഈക്വൽ ടു ആർ ഇൻറ്റു റൂട്ട് ഓഫ് n-2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ സ്ക്വയർ. ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാം. അഥവാ ടി ഗ്രേറ്റർ ദാൻ സി ആണെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാം. ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ കൊറിലേഷൻ ഓഫ് കോഎഫിഷ്യൻറ്റ് റോക്കുള്ളൊരു എക്സാമ്പിൾ നമ്മൾ താഴെ തന്നിട്ടുള്ളത്. അതിൽ ആൽഫ വാല്യൂ എന്ന് പറയുന്നത് 5% എടുക്കുക. 1 മൈനസ് ആൽഫ എന്ന് പറയുന്നത് നമുക്ക് 95% കിട്ടും. n എന്ന് പറയുന്നത് 10 ആണ്. n-2 എന്ന് പറയുന്നത് 8 ആണ്. ഇങ്ങനെ ടേബിൾ തന്ന പ്രകാരം സി എന്ന് പറയുന്നത് 1.86 ആണ്. ടി ഈക്വൽ ടു 0.6 ഇൻറ്റു റൂട്ട് ഓഫ് 8 ഡിവൈഡ് ബൈ 0.64 ഇസിക്കൽ ടു 2.12. അതായത് ഗ്രേറ്റർ ദാൻ സി. സി എന്ന് പറയുന്നത് 1.86 ആണ്. നമുക്ക് കിട്ടിയത് ടി എന്ന് പറയുന്നത് 2.12. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ സി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. അത്രയാണ് പറയാനുള്ളത് ഇതിൽ.